എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MCS FNCK BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഈ ഒരു റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് രാത്രിയോടെ തന്നെ റിസൾട്ട് അറിയാനാണ് സാധ്യത, അതായത് റിസൾട്ട് പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാൻഡേറ്ററി ഫീസ്, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ഈ ഒരു 25,000 രൂപ ഓൺലൈനായിട്ടാണ് നിങ്ങൾ അടക്കേണ്ടി വരിക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ റിസൾട്ട് വന്ന ശേഷം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എങ്ങനെയാണ് ഈ ഒരു ഫീസ് അടക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടത്. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ അതായത് ഏതൊക്കെ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജോയിനിങ് ആൻഡ് നോൺ ജോയിനിങ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതുവഴി നിങ്ങൾക്ക് ആരൊക്കെയാണ് ഫീസ് അടച്ചത്, ആരൊക്കെ ഫീസ് അടച്ചിട്ടില്ല എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ടുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 25,000 രൂപ തന്നെയാണോ അടക്കേണ്ടത്, അതുപോലെ തന്നെ അത് റീഫണ്ടായിട്ട് തിരിച്ച് കിട്ടുമോ എന്നുള്ള വിദ്യാർത്ഥികളുടെ സംശയമായിരിക്കും. അതായത് LBSയിൽ നിങ്ങൾ അഡ്മിഷൻ നേടുകയാണെങ്കിൽ ഇവിടുത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ അടച്ചിട്ടുള്ള ആ ഒരു പൈസ തിരിച്ച് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഇവിടെ ഉള്ള അതായത് അഡ്മിഷൻ എടുക്കാതെ നിങ്ങൾ റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ അതായത് മുഴുവനായിട്ട് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അതായത് അവർ പറയുന്ന ഒരു നിശ്ചിത ദിവസമുണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തിന് ശേഷം പിന്നീട് ഒരു 1000 രൂപ മാത്രം അവരുടെ അഡ്മിഷൻ ഫീ ഇനത്തിൽ വാങ്ങിച്ച് ബാക്കി പൈസ മാത്രം തിരിച്ചു തരുന്ന ആ ഒരു രീതിയിൽ ഒരു നിശ്ചിത ഡേറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ് നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. അത് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അടക്കേണ്ട ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആകെ ഫീസിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഫീസ് നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് നിങ്ങൾക്കായിട്ട് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അതായത് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതല്ല. ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് അവിടെ സ്ഥിരപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഹയർ ഓപ്ഷനിലേക്ക് മറ്റൊരു കോഴ്സിലേക്കല്ല മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ, അതായത് ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അടക്കുന്ന ആ ഒരു പൈസ ആ ഒരു പുതുതായിട്ട് കിട്ടിയുള്ള കോളേജിലേക്ക് ഈ ഒരു MCS FNCK ട്രാൻസ്ഫർ ചെയ്യുകയും ആ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു 25,000 രൂപ അടച്ചുകൊണ്ടിരിക്കണോ എന്നുള്ളത്. അങ്ങനെ അടക്കേണ്ടതില്ല. ഒരു വിദ്യാർത്ഥി ഒരു തവണ മാത്രം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അടച്ചാൽ മതി. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആകെ ഫീസിൻ്റെ ഇപ്പോൾ അടച്ചിട്ടുള്ള 25,000 രൂപ കുറച്ച ശേഷമുള്ള ബാക്കി പൈസ നിങ്ങൾ കോളേജിൽ അടക്കേണ്ടതായിട്ട് വരും. അത് ഏകദേശം ഒരു 90,000 അല്ലെങ്കിൽ 80,000 മുകളിലായിട്ടാണ് ഫീസ് ബാക്കി വരിക. കാരണം 1,13,000 നിന്ന് ഏകദേശം 25,000 രൂപ കുറച്ച ശേഷമുള്ള ബാക്കി പൈസയാണ് നിങ്ങൾ ആ ഒരു കോളേജിൽ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ട് വരിക. അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനുള്ള സമയത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു ഫീ ഡീറ്റെയിൽസും അതുപോലെ ഫീ റീഫണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുകയും ചെയ്യും. ഇത്ര മാത്രമാണ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജിൽ അഡ്മിഷൻ നേടാൻ താല്പര്യമുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീസ് 25,000 രൂപ അടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു MCS FNCK വഴി വരുന്ന ഫീസുകൾ എന്ന് പറയുന്നത്, ആദ്യ വർഷം ഈ ഒരു ടോക്കൺ ഫീ ഉൾപ്പെടെ, അതായത് ടോക്കൺ ഫീ ഉൾപ്പെടെ 1,13,000 രൂപ, രണ്ടാം വർഷം വരുന്നത് 1,02,000 സംതിങ് രൂപ, അതിനുശേഷം ബാക്കിയുള്ള വർഷവും ഇതേ രീതിയിൽ 1,02,000 സംതിങ് ആണ് ഫീസ് വരിക. അതായത് ഒന്നാം വർഷത്തിന് ശേഷമുള്ള 2, 3, 4 വർഷങ്ങളിൽ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ ബാക്കിയുള്ള ഫീസുണ്ട്, അതായത് നിങ്ങളുടെ യൂണിഫോമിൻ്റേത്, അതുപോലെ ബുക്ക്, ഹോസ്റ്റൽ ഫീസ്, ഇതുപോലെ ബാക്കി ഫീസുകൾ, അതുപോലെ നിങ്ങളുടെ സ്റ്റേഷനറി, അതുപോലെ യാത്രാ ചെലവ്, ഇതുപോലെ എക്സ്ട്രാ കുറച്ച് പൈസ
സസ്പെൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഇന്ന് രാത്രിയോടെ അറിയാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് മാൻഡാറ്ററി ഫീസ് അടക്കുക, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓരോ അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് ഓരോ അലോട്ട്മെൻറ്റിൻ്റെയും ഷെഡ്യൂൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.